രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്താനുള്ള വലിയ ഒരു പദ്ധതി, ഒരു ഗൂഢാലോചന പിന്നണിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയുമെന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഈ ആളുകൾ സമീപിച്ചത് അല്ലേ? ആ സമീപിച്ചത് അവർ നോ പറഞ്ഞതുകൊണ്ട് അവർ അടുത്ത ആളിലേക്ക് പോയി. അങ്ങനെ പല ആളുകളിലേക്കും പോയി. പലർ നോ പറഞ്ഞു, പലരും യെസ് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു ഗൂഢാലോചന ഇല്ലാതെയാണോ ഇങ്ങനെ ഓരോരുത്തരെ സമീപിച്ച് നിങ്ങൾ പരാതിക്കാരിയാവണമെന്ന് ആവശ്യപ്പെടുന്നത്? അത് ഗൂഢാലോചനയാണ്. കാരണം അങ്ങനെ ആവശ്യപ്പെടേണ്ട എന്ത് ഘട്ടമാണുള്ളത്? അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് പരാതിയായിട്ട് ഉന്നയിക്കാൻ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് അറിയാഞ്ഞിട്ടാണോ? അവരൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും ഇത് വലിയ ചർച്ചയാക്കണം, ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാവണം, എന്നിട്ട് ഇരകളെ സൃഷ്ടിച്ചെടുക്കണം, രാഹുലിനെ വീഴ്ത്തണം എന്നുള്ളത് ഗൂഢാലോചനയിൽ തെളിഞ്ഞതാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ റിനി ആൻ ജോർജ്. അതുകൊണ്ടാണ് റിനി പറഞ്ഞത്, റിനി ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പരാതിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുണ്ടായ കാരണവും. അപ്പോൾ റിനിക്കറിയാമായിരുന്നു ഇത് ചർച്ചയാവണം, എന്നിട്ട് പരാതിക്കാരി പിന്നിൽ നിന്ന് വരും എന്നുള്ളതായിരുന്നു. കാരണം അവിടെ പരാതിക്കാരി റെഡിയായിരുന്നു. അപ്പോൾ കാരണം ഇത് ഞാൻ പരാതിക്കാരി റെഡിയായിരുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഈ ആരോപണം വരുന്നത് ഓഗസ്റ്റ് 20-ന്, ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ മറ്റൊരു ട്രാൻസ് വുമൺ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന്. കാരണം എന്താ? അന്ന് ആ യുവതിയെയും ഇത്തരത്തിൽ ആളുകൾ സമീപിച്ചിരുന്നു, നിങ്ങൾ പരാതിക്കാരി ആവണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ? അപ്പോൾ ഈ ഗൂഢാലോചനകളും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ അതിനെ നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. കാരണം പരാതിയെ മാത്രം ചർച്ച ചെയ്താൽ പോരാ, പരാതി എവിടെ നിന്ന് വന്നു, അതിന് പിന്നിലുള്ള ഗൂഢാലോചനകളും മറനീക്കി പുറത്തേക്ക് വരേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചവിട്ടി താഴ്ത്തപ്പെടേണ്ട വ്യക്തിയല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്.